ദൈവങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരെന്നാ പറയണേ, ബിസിനസ്സുകാരല്ല, അങ്ങനെയാണോ? അവരത്ര റിച്ച് ആണോ ആൾ ദൈവങ്ങൾ? ഭയങ്കര റിച്ച് അവർ. നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ കൺമുമ്പിലുണ്ട്. നമ്മൾ ആരുടെ പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ കൺമുമ്പിലുണ്ടല്ലോ. എന്താ അവരുടെ പ്രോഡക്റ്റ്? എന്താ? ഒന്നുമില്ല, ഭക്തിയാണ് അവരുടെ പ്രോഡക്റ്റ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയാണ് ഈ വിശ്വാസത്തിൻ്റെ ഭക്തിയുടെ ഹബ്ബ്. പണ്ടേ മുതൽ, പ്രാചീന കാലം മുതൽ ഇന്ത്യയാണ് ഹബ്ബായിട്ട് നിൽക്കുന്നത്. ഇന്ത്യയിൽ നിന്നാണ് പല പല രാജ്യങ്ങളിലോട്ടും ആളുകൾ പോകുന്നത്. ഭക്തി മാർക്കറ്റ് ചെയ്യപ്പെടുന്ന. അതെ, ഇപ്പം നമുക്ക് പറയാൻ പറ്റും, അമ്മ എന്ന് പറയുന്നതും അച്ഛാന്ന് പറയുന്നതൊക്കെ കുറേ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അല്ല റോജന, ഇതിലൊരു നമ്മൾ ലോകത്തിൻ്റെ സ്പിരിച്വൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശരിക്കും ഓഫ് കോഴ്സ് ഇന്ത്യയാണ്. പക്ഷേ ഈ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് പറയുന്നിടത്ത് നമ്മൾ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടച്ചാക്ഷേപിക്കുന്നുണ്ട്. ഇതിൽ ആൾ ദൈവങ്ങൾ ആരാണ്? സ്വയം പ്രഖ്യാപിത ദൈവങ്ങളെയാണ് ശരിക്കും നമ്മൾ ഈ ആൾ ദൈവങ്ങൾ എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു ഭാരതത്തിലെ സംസ്കാരം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവിനെ പൂജിക്കുന്നൊരു സംസ്കാരമുള്ളതാണ്. മാതാപിതാ ഗുരു ദൈവമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗുരുവിനെ ദൈവത്തിന് തുല്യമായിട്ട് പൂജിക്കുക അല്ലെങ്കിൽ ബഹുമാനിക്കുക എന്ന് പറയുന്ന അർത്ഥമുള്ളൊരു സംഭവത്തിൽ, ഒരു സംസ്കൃതിയിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ ആ ഒരു ഗുരുഭക്തി എന്ന് പറയുന്ന സാധനത്തിനെയും കൂടെ ആൾദൈവ സങ്കല്പമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നിടത്താണ് ഈ യഥാർത്ഥത്തിൽപ്പെട്ട ആൾക്കാർ കോർണർ ചെയ്യപ്പെട്ടു പോകുന്നത്. നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ സ്വയം പ്രഖ്യാപിത ബിസിനസ് മാഗ്നറ്റുകളായിട്ടുള്ള ആൾദൈവങ്ങളുണ്ട്, അവരെക്കുറിച്ചല്ല ഞാൻ സംസാരിച്ചത്. അല്ല, ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. കാരണം പക്ഷേ ശരിക്കുമുള്ള ഗുരുക്കന്മാർ ദരിദ്രരാണ്. അതെ, തീർച്ചയായിട്ടും. അതെ, ഇപ്പം ഞാൻ എന്തുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുമെന്ന് എനിക്കത് പറയാൻ പറ്റും. കാരണം ഞാനും കന്യാകുമാരിയിൽ അത്തരത്തിലൊരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് യോഗ അഭ്യസിക്കുന്ന ഒരാളാണ്. എനിക്കുമുണ്ട് അങ്ങനെ ഒരു ഗുരു, എനിക്കുമുണ്ട് അങ്ങനെ ഒരു ആശ്രമം. ബാബാജി മിഷൻ എന്നാണ് ആശ്രമത്തിൻ്റെ പേര്. നമുക്കൊരു ഗുരുവുണ്ട്. 1 രൂപ പൈസ വാങ്ങുന്നില്ല. നമുക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം. ഗുരുദക്ഷിണ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി കൊടുക്കാം. 1 രൂപ വാങ്ങിക്കുന്നില്ല. എങ്കിൽ അവിടെ പഠിപ്പിക്കുന്നത് ക്രിയായോഗയാണ് ഗുരുവിൻ്റെ കീഴിൽ നിന്ന് പഠിക്കുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് ഇതേ ക്രിയായോഗ, ഇതേ മെഡിറ്റേഷൻ നമുക്ക് പുറത്തുനിന്ന് എടുക്കാൻ പറ്റും. 20,000, 30,000, 40,000 രൂപയാണ് ഒരു ദീക്ഷ കൊടുക്കാൻ വേണ്ടി വന്നത്. ശരിക്കും ദീക്ഷ എന്ന് പറയുന്നത് 1 രൂപ ചെലവില്ലാത്ത, പൈസ കൊടുത്ത് ദീക്ഷ മേടിക്കുന്നത് എന്ന് പറഞ്ഞ ആളുകൾ തന്നെയല്ലേ ഈ ദൈവങ്ങളായി മാറുന്നത്. പിന്നീട് നമ്മുടെ സംസ്കാരം ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഒരാളിൽ നിന്നായിരിക്കും ഒരു റിലീജിയൻ ആണെങ്കിലും എന്താണെങ്കിലും ഒരു തുടക്കം. അതാണ് പിന്നെ ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ജനങ്ങളുടെ കുറ്റമാണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും യഥാർത്ഥത്തിലുള്ള ഒരു സൽപ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ ആൾക്കാരെ മുമ്പോട്ട് നയിക്കുന്ന ഒരാൾ അയാൾ സ്വയം ദൈവമായി പ്രഖ്യാപിച്ചിടത്തോളം കാലം അദ്ദേഹം മഹാനാണ്. നമുക്ക് എപ്പോഴും ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട്. എല്ലാ കാര്യങ്ങളാണെങ്കിലും നമ്മളെ ഡയറക്റ്റ് ചെയ്യാനും തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ആ ഒരു കോൺസെപ്റ്റിലാണ് ഭാരതീയ സംസ്കാരമാണെങ്കിൽ എന്തായാലും വഴിത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഗുരുവിനെ ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കും എവിടെയെങ്കിലും ഒരു ഈ ആൾ ദൈവം പോലുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ എല്ലാ ജനക്കൂട്ടം അവരുടെ പിന്നാലെ ഓടുന്നത് അതുകൊണ്ടായിരിക്കും, ഒരു ആശ്രയം എന്ന നിലയിലായിരിക്കോ? എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഇത്രയും ഫോളോവേഴ്സ് വരുന്നത്? ഇതിൽ ഇവരുടെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടില്ലേ? അതായത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് പറയുന്നത്. സൊല്യൂഷൻ പറയണം, രഹസ്യമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ. അങ്ങനെ പിന്നെ പലപ്പോഴും ഈ ഇതേപോലുള്ള ആൾക്കാരുടെ അടുത്ത് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഒന്നില്ലെങ്കിൽ വേറൊരുത്തിനെ ദ്രോഹിക്കാനായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇവർ അർഹത ഇല്ലാത്ത കാര്യങ്ങൾ നേടാനായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവത്തിലെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നൊരു സംഭവം കിട്ടുന്നതുകൊണ്ടാണ് ഇവരുടെ അടുത്തേക്ക് പോകുന്നത്. യോജന നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, പണ്ടത്തെ നമ്മുടെ രാജാക്കന്മാരുടെയൊക്കെ കഥകളൊക്കെ പഠിക്കാൻ നേരത്ത് രാജാക്കന്മാർ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും അവർ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതും പൂജിക്കുന്ന അവരുടെ ഗുരുക്കന്മാരായിരിക്കും. അതെ, അല്ല ഒരു ഗുരു, ഒരു മഹർഷി അല്ലെങ്കിൽ ഗുരു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാല് കഴുകി ഭക്ഷണം കൊടുക്കുക എന്നുള്ള സംഭവം. പക്ഷെ ആ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം രാജാവ് കൊടുക്കുന്ന ഭിക്ഷയാണ് ഗുരുവിന്റെ ദക്ഷിണ. അല്ലാണ്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ ദീക്ഷ കൊടുക്കാനായിട്ട് അപ്പത്തിന് രാജാവിന് ദീക്ഷ കൊടുക്കുകയാണ്, ഒരു 2 ലക്ഷം സ്വർണ്ണ നാണയം വെക്കാനായിട്ട് ഒരു ഗുരുവും പറയുന്നില്ല. പക്ഷെ ഇന്നത്തെ പല ഗുരുക്കന്മാർക്ക് സ്വന്തമായിട്ട് ആശുപത്രികളും എന്തൊക്കെയാണുള്ളത്. എന്തായാലും ഇന്ത്യയിൽ നമ്മൾ കാണുന്ന 90% ആൾദൈവങ്ങൾ തട്ടിപ്പ. അത് തന്നെയല്ല, ഒരു ഇപ്പൊ പറഞ്ഞ ഗുരുക്കന്മാരൊന്നും ഓൺലൈനിൽ പ്രൊമോഷൻ ചെയ്യുന്നില്ല. ചേട്ടൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാമല്ല, നമ്മുടെ ഇപ്പോഴത്തെ കുറച്ച് വീഡിയോസ് ഓൺലൈനിലും കാണാൻ പറ്റും. അതായത് ഒരു കറുത്ത തുണി തലയൊക്കെ ഇട്ടിട്ട് ഈ വയ്യാത്ത ആളുകളെ ചെകിടം നോക്കി അടിച്ച് പൊട്ടിക്കുകയും ഈ വയ്യാത്ത കൈ പിടിച്ച് തിരിച്ചു ചേട്ടൻ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ വീഡിയോ? നീ കണ്ടിട്ടുണ്ടോ? ഒരുപാട് നോർത്ത് ഇന്ത്യൻ വീഡിയോസിന്റെ കാര്യം പറയുന്നത്. അതായത് അതെ, എന്ത് മാതയായിട്ട് എന്താ ബന്ധപ്പെട്ട സാധനമാണത്, നമ്മളുടെ ഭദ്രകാളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണത്, കറുത്ത തുണി തലയൊക്കെ ഇടും. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇരുന്നിട്ട്, ഇപ്പം ഞാനിരുന്നിട്ട് ഒരു കാഷായ വസ്ത്രം ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഫേക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഒരു 5,000 രൂപയ്ക്ക് ബൂസ്റ്റ് ചെയ്താൽ
ഈ പറയുന്ന ബിസിനസ് നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്കൊന്നും പോണ്ടി, ഇവിടെ തന്നെ നരബലി ഉണ്ടായില്ലേ നമ്മുടെ നാട്ടിൽ തന്നെ. തെളിവില്ലല്ലോ. ആക്ച്വലി ഞാൻ പറയുന്നത് ദൈവവിശ്വാസം, ദൈവഭയം അല്ലെങ്കിൽ ഇത് ബ്ലെസ്സിങ് എന്നൊക്കെ പറയുന്നത് തെളിവില്ല, പ്രോഡക്റ്റ് ഇല്ല, നമുക്ക് കാണിക്കാൻ വേണ്ടി സാധനമില്ല. അത് നമ്മൾ പറയുന്നതാണ് അവിടെ. പിന്നെ ഇതൊക്കെ കുറെ ഹിപ്നോസുമായിട്ട് ബന്ധപ്പെട്ട ചേട്ടൻ അറിയായിരിക്കും. ഞാൻ കണ്ടോ ഇങ്ങനെ വായു എന്നൊക്കെ ഭക്ഷണം കൊടുക്കാന്ന്, ശൂന്യാകാശത്തുനിന്ന് സ്വർണ്ണമാല എടുക്കാന്ന് മനസ്സിലായി. ഇതൊക്കെ നമുക്ക് എന്തും ചെയ്യാം ഈ സാധനം. പണ്ടത്തെ മാജിക് ട്രിക്കുകൾ, പ്യുവർ മാജിക് ട്രിക്കുകളാണ് ഈ പറഞ്ഞ ആൾദൈവങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇവർക്ക് നല്ല കാര്യങ്ങൾ ഒത്തിരി ചെയ്യുന്നില്ല. എത്രയൊക്കെ സേവനങ്ങൾ, ഹാർട്ട് സർജറി ചെയ്യുന്ന ഗുരുക്കന്മാരുടെ കീഴിലുള്ള ആശുപത്രികളുണ്ട്. അനു, ആ ഹാർട്ട് സർജറി ചെയ്ത സർജറി ഏത് കാറ്റഗറിയെ പെട്ടെന്ന് അറിയോ? CSR ഫണ്ടിനായിരിക്കും സാധനം പോയി പെടുന്നത്. മനസ്സിലായോ? അതല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ചെയ്യണമെന്നില്ല. എന്തായാലും ഇത്ര കോടി രൂപ വരുമാനമുള്ള ഒരു ആശുപത്രി, ആ ആശുപത്രിക്ക് ഇത്രയും കോടി രൂപ CSR ഫണ്ട് ഉണ്ടാവും. അത്ര CSR ഫണ്ട് ഇവർ ഇത്രയും ഒരു സർജറിയുള്ള ആൾക്കാരെ വിളിച്ച് വരുത്തി അവർ സർജറി ചെയ്ത് നല്ല കാര്യമോ അല്ലാന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ അത് സേവനമല്ല. CSR ഫണ്ട് ഒന്നും ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ഫണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള പ്രേക്ഷിത മറ്റേ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ടായിരിക്കും ഇവരുടെ അടുത്ത് ഉപയോഗിക്കുന്നത്. അതിനെങ്ങനെ സേവനമാണെങ്കിൽ. പിന്നെ ഈ അമേരിക്കയിലൊക്കെ ഞാൻ കേട്ടതാണ്, പള്ളികളും അല്ലെങ്കിൽ ചർച്ചൊക്കെ അടച്ചു പൂട്ടുകയാണ്. അതായത് ആരാധനാലയങ്ങളൊക്കെ അടച്ചു പൂട്ടിയിട്ട് അവിടെ ഓരോ ഗുരുക്കന്മാരുടെ കീഴിൽ ഒരു ആശ്രമം പോലത്തെ ഒരു സെറ്റപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അല്ല, നമ്മളുടെ കേസിൽ തന്നെ നമ്മൾ പണ്ട് തൊട്ടേ വിശ്വസിച്ചിരുന്നൊരു സംഭവമുണ്ട്. അതായത് ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന മഹാന്മാരായ ആൾക്കാരാണ് ഗുരുക്കന്മാർ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവം എന്ന് പറഞ്ഞാൽ സത്യം അല്ലേ, ഞാൻ സത്യം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ സത്യം എന്താണ് എന്ന് പറയുന്ന അതിലേക്ക് വഴി കാണിച്ചിരുന്ന യഥാർത്ഥത്തിലുള്ള നോളജബിൾ ആയിട്ടുള്ള ആൾക്കാർ, അതായത് നമുക്ക് ജ്ഞാനം തരുന്ന ആൾക്കാർ. അപ്പോൾ അവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചു പോകുന്നൊരു സംസ്കൃതി ഉണ്ട് നമുക്ക്. ആ ബഹുമാനം എന്നാണ് അന്ധവിശ്വാസമായതും അന്ധബഹുമാനമായതും അവരെയൊക്കെ നമ്മൾ വാഴ്ത്തപ്പെടുന്നവരായിട്ട് മാറുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് നമുക്ക് വഴി തെറ്റിയത്. വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി 1 രൂപ ചെലവഴിക്കണം. അതെന്തിനാ പൈസ ചിലവാക്കുന്നത്? ഇപ്പം ഞാൻ കേട്ടോ, ഞാൻ എടുത്ത് പറയുന്നില്ല. ഇപ്പം നമ്മൾ ഒരു പൂജ ചെയ്യാൻ, ഒരു കുർബാന എത്തിക്കുകയാണ്, നമ്മൾ എത്ര രൂപ കൊടുക്കുന്നത്? ഞാൻ പറ്റാ പ്രേക്ഷിത പ്രവർത്തനമാണ്, അതിൽ സമൂഹ സേവനമാണെങ്കിൽ പണം വാങ്ങരുത്. പണം വാങ്ങിയാൽ എങ്ങനെ? അത് ബിസിനസ് അല്ലേ? അല്ലേനു? അത് ആരാധനാലയങ്ങൾക്ക് നിലനിൽപ്പ് വേണ്ടേ? പൈസ അങ്ങനെ പറയണം. മനസ്സിലായോ? ഞങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന പരിപാടിയാണെന്ന് പറയണം. അതല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും പറയരുത്. ഈ ആൾദൈവത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇവര് ഒരു ആൾദൈവമായി തുടങ്ങി കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയി കുറച്ച് പൈസയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ അതൊരു ട്രസ്റ്റായി മാറുകയാണ്. പിന്നെ ഈ ആൾദൈവത്തിന് പോലും അവിടെ ഒരു റോളില്ല. ബാക്കി നിയന്ത്രിക്കുന്നത് ഇവരുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണെന്നാണ്. ബ്രാഞ്ചസ് ആയിട്ട് മാറും. അതെ. പിന്നെ ഇവർക്ക് അതിലൊരു ഒന്നുമില്ല, ഇവരല്ല പിന്നെ തീരുമാനിക്കുന്നത്, ബാക്കിയുള്ളവർ ഇവരെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണെന്ന്. ഇതൊക്കെ നിങ്ങൾക്ക് പലതിൻ്റെ ഉള്ളിലേക്ക് എഴുതി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പല ഗുരുക്കന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനങ്ങളും നിങ്ങൾ പറഞ്ഞ പോലെ അവർക്ക് റോളില്ല. ഇതൊക്കെ ഹൈലി മാഫിയ പൊളിറ്റിക്കൽ ഗ്യാങ്സ് ആണ് അത് റൺ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ യാതൊരു തരത്തിലും പബ്ലിക്കായിട്ട് വരാത്ത ആൾക്കാരാണ് ഇത് റൺ ചെയ്യുന്നത് പലപ്പോഴും. അതിൻ്റെ അകത്ത് മിണ്ടാൻ പറ്റില്ല, നമുക്ക് മിണ്ടാൻ പറ്റില്ല. പക്ഷെ 100 പേര് പോയാൽ ഒരു 50-60 പേർക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ അവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതാണ്, അത് വെച്ചിട്ടാണ് പിന്നെ ഈ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ? അതല്ലേ സത്യം? അനുഭവങ്ങൾ എന്ന് പറയാം. ഇപ്പം നമ്മളിവിടെ സിദ്ധന്മാര്, ചില ഉസ്താദുക്കള്, അങ്ങനെയുള്ള എല്ലാ മതവിഭാഗത്തിലും ഇതേപോലുള്ള ആൾക്കാരുണ്ട് അല്ലേ? എല്ലാ മതവിശ്വാസത്തിലും ഇതേപോലുള്ള അന്ധവിശ്വാസവും കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഇവിടെ എല്ലാ ആൾക്കാരുടെയും പോയിട്ട് നമ്മൾ പലപ്പോഴും പോലീസ് ഇന്ന ആളെ അറസ്റ്റ് ചെയ്തു, അല്ല ഇന്ന സ്ഥലത്ത് സ്ത്രീപീഡനം നടന്നു, അതൊക്കെയാണെന്ന് പറയുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഈ എന്താ പറയുക ആൾദൈവങ്ങളായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ബിഗിനേഴ്സിനെ ഒക്കെ നമ്മൾ അറിയുന്നത്. ഞാൻ കഴിഞ്ഞിട്ടെ, ഒരു ആന്റി ക്രൈസ്റ്റിനെ പറ്റി നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ടോ? ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ചെയ്യില്ല. എന്തുകൊണ്ടായിരിക്കും? ബ്ലാക്ക് മാജിക് അങ്ങനെ പുറത്തേക്ക് ബ്ലാക്ക് മാജിക് അല്ല, അതുപോലുള്ള ഒരു അന്ധവിശ്വാസങ്ങൾക്ക് ഇവിടെ ന്യൂസ് വരില്ല. ഇവിടെ എന്താ ഇല്ലാത്തതുകൊണ്ടാണോ? വന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു നരബലി, അത് ഒരാളെ കൊന്നത് കൊണ്ട് എത്രയും ഇഷ്യൂസോടെ നടക്കുന്നുണ്ട്. എന്താ റിപ്പോർട്ട് ചെയ്യാത്ത? അല്ല, റോജിയും പറഞ്ഞ അതിലും സംഭവമുണ്ട്. ഈ മീഡിയ വരെ അന്ധവിശ്വാസത്തിലാണ് പലതും. അല്ല, ഞാൻ വേറെ പ്രേക്ഷകർക്കാർക്ക് അതൊരു സത്യം എന്താണെന്ന് അറിയാമോ? ഈ പറഞ്ഞ ആശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ ഒന്നൊക്കെയാണ് മീഡിയ സ്ഥാപനം, അതിൻ്റെ ഒപ്പം തന്നെ ഈ ആശ്രമങ്ങളെന്നൊക്കെ പറഞ്ഞത്. അവിടെ ജോലി ചെയ്യുന്നവർക്കൊന്നും സ്വാതന്ത്ര്യം ഇല്ല, നമ്മുടെ തോന്നലാണ്. ഇപ്പം മീഡിയ സ്ഥാപനങ്ങളൊന്നും അവിടെ സ്റ്റാഫിന് സ്വാതന്ത്ര്യം ഇല്ല. അവർ പുറത്ത് പോയി ന്യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ റെസ്ട്രിക്റ്റഡാണ്, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. മനസ്സിലായോ? ഇത് അങ്ങനെ തന്നെയാണ് ഈ പറഞ്ഞ ആശ്രമം സെറ്റപ്പ്. ഒരു കൊലപാതകം ഇപ്പം നമുക്കറിയാം, നമ്മൾ പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് എത്രയോ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു, എത്രയോ ആത്മഹത്യ നടന്നിരിക്കുന്നു. ഒന്നുമില്ലല്ലോ, പത്രങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യില്ലല്ലോ. എന്തുകൊണ്ടാ? പൈസ വാങ്ങിച്ചു വെച്ചേക്കാം. ഇപ്പം നമ്മളിപ്പോൾ മീഡിയയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്കെന്താ ബുദ്ധിമുട്ട്? എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ഈ പറഞ്ഞ ആളുകളിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട്. ഉന്നതന്മാരായ ആളുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അനുഭവയ്ക്ക് ഏതെങ്കിലും ഗുരുക്കന്മാരുണ്ടോ?
എനിക്കുണ്ട് ഗുരുക്കന്മാർ. അതിന് പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവിടെ പോയി താമസിച്ചിട്ടോ ഉള്ളൊരു നമ്മൾ സ്വാധീനിക്കുമല്ലോ ചില ആൾക്കാർ. ഗുരുവിനെ ഫോളോ ചെയ്ത് ഞാൻ ഒരു ഗുരുവിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഒന്നിൽ കൂടുതൽ ഗുരുക്കന്മാർ? ഒന്നിൽ കൂടുതലില്ല. എനിക്ക് ആ പർട്ടിക്കുലർ അല്ലെങ്കിൽ ആ പുള്ളിയുടെ തോട്ട്സ് അല്ലെങ്കിൽ പുള്ളി നമ്മൾക്ക് തരുന്ന മോട്ടിവേഷൻസ് ഇതൊക്കെ യൂട്യൂബിലൂടെയും അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള ഇതിലൂടെയൊക്കെ കണ്ടിട്ടുള്ളൊരു അടുപ്പം. അല്ലാതെ നമ്മൾ അവിടെ പോയിട്ടോ അങ്ങനെയൊന്നുമില്ല. ഞാൻ മഹോദർ ബാബാജിയുടെ ഫോളോവറാണ്. ഞാൻ ക്രിയായോഗ ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ ഗുരു സ്വാമി ബ്രഹ്മാനന്ദഗിരി എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ ഗുരു. എനിക്ക് ഭയങ്കര ബഹുമാനമുള്ളൊരു വ്യക്തിയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നുമില്ലാത്ത സമയത്ത് അഭയം തേടിയതാണ്. അവിടെ നിന്നാണ് ഞാനായി മാറിയത്. അവിടെ എല്ലാവർക്കും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും ലൈഫിൽ. അപ്പോഴാണ് നമ്മൾ ഈ ഗുരുക്കന്മാരെ തേടി പോകുന്നതും പിന്നെ അവരുടെ മോട്ടിവേഷനിൽ ഡിപ്പെൻഡന്റ് ആവുന്നതും. റോജിൻ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യനും നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും തീരുമാനം എടുക്കാനോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു ഗൈഡിങ് ഫോഴ്സ് ആവശ്യമാണ്, ഒരു ഗുരു. അതിനാണ് ഗുരു എന്ന് നമ്മൾ പറയുന്നത്. ഗുരു ആവശ്യമാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗുരുവിൽ റിയൽ ആയിട്ടുള്ളൊരു ഫെയ്ത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ എൻ്റെ ഒരു ഗുരുപരമ്പരയുടെ നോളജ് നമുക്ക് കിട്ടുന്ന പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊന്നും പിന്നെ പ്രത്യേകിച്ച് പഠിക്കേണ്ട. അതും തന്നെയല്ല, ആ പരമ്പരയിലുള്ള എല്ലാവരും നമുക്ക് സംരക്ഷണമാണ്. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അത് ഫ്രീ ആണ്. അതെ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യത്തിനും പൈസ കൊടുക്കുന്ന സാധനമാണ്. യഥാർത്ഥ ഗുരുക്കന്മാരുടെ പൈസ ഈ ഗുരു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഒരാളെ കസേരയിൽ ഇരുത്തിയിട്ട് ആരാധിക്കുന്നു. അതായത് ദൈവത്തിനെ നമ്മൾ എങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെ പാദപൂജ ചെയ്യുന്ന, ആരാധിക്കുന്ന, വിളക്ക് കൊണ്ട്. അപ്പോൾ അതും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? നമ്മൾ അല്ല, ഗുരുവിന് പണ്ടും ആരാധന ഉണ്ടായിരുന്നു. അത് ബഹുമാന സൂചകമായിട്ടായിരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പരീക്ഷ എഴുതാൻ പോകുന്നിടത്ത് നമ്മളുടെ സാറിന്റെ കാലിൽ തൊട്ട് വന്നിച്ചിട്ട് അത് ഭാരതീയ ആചാരപ്രകാരം സാർ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു സംഭവങ്ങളുണ്ട്. അപ്പൊ ഇത് ദീപാരാധന നടത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുന്നതൊക്കെ ഇന്നത്തെ കാശ് വാങ്ങാനുള്ള ഒരു മോഡേൺ രീതി. ബേസിക്കലി ഇത്രേ ഉള്ളൂ. അത് പാദപൂജ ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് അല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാദപൂജ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കാല് തൊട്ട് നമ്മൾ വന്ദിക്കുകയോ നമ്മുടെ ഗുരുക്കന്മാരുടെ കാല് തൊട്ട് നമ്മുടെ അധ്യാപകരുടെ കാല് തൊട്ട് വന്ദിക്കുകയോ ചെയ്താൽ നമ്മളിലുള്ള അഹംബോധമുണ്ട്, അഹംഭാവമുണ്ട്, അത് നമുക്ക് കുറയും. നമുക്ക് മനസ്സിലാവും നമുക്ക് മറ്റൊരാളുടെ ഡിപ്പെൻഡിങ് വേണം, നമുക്ക് അല്ലെങ്കിൽ ഒരാളുടെ സഹായം വേണം. ആ മറ്റൊരാളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രകൃതിയാവാം, ദൈവമാവാം, അത് എന്തുമാവാം. നമ്മൾ അഹങ്കാരത്തോടെ നിന്നാലൊന്നും ഈ പറയുന്ന എനർജിയോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മളോട്ട് എത്തിച്ചേരാൻ പോകുന്നില്ല. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇപ്പോൾ നമ്മുടെ മക്കളാണെങ്കിൽ പോലും ഇപ്പോൾ പാരൻസിൻ്റെ കാല് തൊട്ട് വന്ദിക്കാന്ന് പറയുന്നത് അത് ബ്ലെസ്സിങ് ആണത്. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ അതിലും നമ്മളെ ചൂഷണം ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നതാണ് അല്ലേ പ്രശ്നം. ദൈവങ്ങളായാലും ആരായാലും നമ്മൾ ഓരോ രാജ്യത്തെ ജനങ്ങളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജനങ്ങൾക്ക് അർഹിക്കുന്ന ഭരണാധികാരികളെ കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അർഹിക്കുന്ന ആൾക്കാരെ തന്നെ ഇതിൽ കിട്ടുന്നത്. പക്ഷേ ഈ ഗുരു കോൺസെപ്റ്റിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസിക്കും അന്ധവിശ്വാസിക്കും യുക്തിവാദിക്കും ഗുരുവാകാം. ദൈവത്തിൽ വിശ്വസിക്കാത്തവനും ഗുരുവാവാന്ന്. ഒരു യുക്തിവാദി ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ അദ്ദേഹം യുക്തിവാദിയായിട്ടുള്ള ഒരു ഗുരുവിനെ ഫോളോ ചെയ്യുന്നുണ്ടാവും. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന പ്രസ്ഥാനമാണ് ശരിക്കും ഈ ഗുരു പ്രസ്ഥാനം.